ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ട്രഷർ ലിങ്കിൻ്റെ ഫ്രീ എപ്പിക് പാക്ക് ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ഫുൾ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ് നമ്മുടെ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എടുത്തു തോന്നുന്നുണ്ട്. എടുത്തില്ല പെട്ടെന്ന് എടുക്കുക, കാരണം ഈ വ്യാഴാഴ്ചയ്ക്ക് എല്ലാം റിമൂവ് ആയി പോട്ടോ. ഇനി എനിക്ക് PC-യിലും കൂടി കളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലത്തെ ഞാൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്ത് മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമുക്കിതിൽ മാക്സിമം എത്ര 65 ഫ്രീ സ്പിന്നായിട്ട് കിട്ടിയിട്ടുണ്ടോന്നു. എനിക്ക് ഇതിൽ അതിന് കൂടുതൽ കിട്ടുന്നവരുണ്ട് കേട്ടോ. 65 ഒരു 70 75 80 കിട്ടുന്നവരുണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ കറൻറ്റ് എൻ്റെ കയ്യിലുള്ളത് ഒരു 64 സ്പിന്നോ. ഒരെണ്ണം പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അത് സ്പിന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ടാർഗറ്റ് പറയുന്നത് റാഫീനെയാണ്. റാഫീന് കിട്ടിയാൽ കൊള്ളാം, പിന്നെ എൻട്രിക്കിന് കിട്ടിയാലും കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് സ്പിൻ എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്കിൽ പോട്ടെ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സ്പിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റാഫീനെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എടാ എന്താ ടാർഗറ്റിലാന്ന്? എടാ കൊണൂര് ഭ്രാന്തായി. ഫസ്റ്റ് ടൈമിനെ ഒരു ശുഭ പ്രതീക്ഷ. അപ്പോൾ ഇപ്രാവശ്യം അക്കൗണ്ട് നമ്മൾ തകർക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ആദ്യം തന്നെ എൻ്റെ ടാർഗറ്റായ റാഫീനെയാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ എൽ ക്ലാസിക്കോയിൽ 2 ഗോൾ അടിച്ചതിൻ്റെ സംഭവം നമ്മുടെ നെഞ്ചത്ത് കിട്ടിയിട്ടാണെങ്കിലും നമുക്ക് സാധനം കിട്ടി. ചെക്കൻ നമ്മുടെ ബ്രസീലിനാണല്ലോ, നമുക്ക് ഹെയ്റ്റില്ല. റാഫീന ഈസ് മൈ ബോയ്. ഓക്കെ, അപ്പോൾ വരും വേൾഡ് കപ്പിൽ ബ്രസീൽ വേൾഡ് കപ്പ് അടിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു മുതലാണ് ഇത് പറയാം. അപ്പോൾ റാഫീന, വിനീഷ്യസ്, നെയ്മർ തിരിച്ചു വരും. അപ്പോൾ ആ കോമ്പോയിൽ നമ്മൾ വേൾഡ് കപ്പ് അടിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും റാഫീനെ കിട്ടിയിട്ടുണ്ട്, സന്തോഷം. പിന്നെയാണ് നമ്മളുടെ കളി. അപ്പോൾ ഒരെണ്ണം വേറെ എന്തോ കറക്കാണ്ടോ. ഈ ചങ്ങായിയുടെ ഉണ്ടല്ലോ. അപ്പോൾ 63 സ്പിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും വെറുതെയാണ്, ഇത് പോട്ടെ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ട്രഷർ ലിങ്ക് എപ്പിക് പാക്ക് ഓപ്പണിംഗ് ഇത് കണ്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. വ്യാഴാഴ്ച സംഭവം പോകും കേട്ടോ. വ്യാഴാഴ്ച രാവിലെ 7:30 പോവും. അപ്പോൾ എന്തായാലും ഇതിൽ കിടിലം പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ ഇവരുടെ എല്ലാം പ്ലെയർ റിവ്യൂ ഏകദേശം ഇട്ടിട്ടുണ്ട്. കില്ലിൻ്റെ മാത്രമേ ഇടാളൂ. കില്ലിൻ്റെ പെർഫോമൻസ് അടിപൊളി, അത് ഇടേണ്ട ആവശ്യമില്ല. സെൻറ്റർ ബാക്കിൻ്റെ നമ്മൾ ഇടുമ്പോൾ കുറേ കളി കളിപ്പിക്കേണ്ടി വരും. ഒറ്റയടിക്കുമ്പോൾ പെർഫോമൻസ് പറയാൻ പറ്റില്ല. ബട്ട് കില്ലിന് ഈസ് ടു ഗുഡ്. ഓക്കെ, അപ്പോൾ കില്ലിന് ഉണ്ട്, മത്യൂസ് ഉണ്ട്, ഡൊണാഡോനി ഉണ്ട്, ബെർബച്ചോ ഉണ്ട്, ക്രിക്ക് ഉണ്ട്. ഇതിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരറിയോ? ഡൊണാഡോനി ഒരു രക്ഷയില്ല. റിവ്യൂ ഇതിലൊക്കെ എനിക്ക് ബെസ്റ്റ് പെർഫോമൻസ് ഡൊണാഡോനിയാണ്. പിന്നെ മത്യൂസ്, പിന്നെ ക്രിക്ക്, പിന്നെ ബെർബച്ചോ, പിന്നെ കില്ലിനെ കളിപ്പിച്ച് കില്ലിനെ ടോപ്പായിട്ട് തന്നെ നിൽക്കും ഈ പാക്കിൽ. ഇപ്പോൾ എന്തായാലും ഇതിലത്തെ നമ്മുടെ ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മത്യൂസിനെ കിട്ടിക്കോട്ടെ. മത്യൂസും ഡൊണാഡോനി ഈ 2 എൻ്റെ ടാർഗറ്റ് കേട്ടോ. ഈ 2 പേരെ എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കിട്ടുമെന്ന് അറിയില്ല. ബെർബച്ചോ കിട്ടിയാലും കുഴപ്പമില്ല. ആരെങ്കിലും കിട്ടട്ടെ, ആരെങ്കിലും കിട്ടിയാൽ അത്രയും പൊളി. ഓക്കെ, സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഈ പാക്ക് ഓപ്പണിങ്ങിൽ നമുക്ക് ആരെ കിട്ടുമെന്ന്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ടൈമിന് നമുക്കൊരു 10 എണ്ണത്തിൻ്റെ കൊടുക്കാം. ലെറ്റ്സ് ഗോ. ഒക്കെ ആദ്യം തന്നെ ഒരു ബേസ് ആണെന്നാണ് എൻ്റെ നിഗമനം. അല്ല, ബേസ് അല്ല, ഒരു ഫീച്ചേർഡ് കാർഡാണ്. നമ്മുടെ സൊലൻകി ഉണ്ടല്ലോ ടോട്ടനത്തിൻ്റെ. സോ ചെക്കനെ ഉണ്ടോ അതിനെ കിട്ടിയിരിക്കണേ. എടാ ഡൊണാഡോനിയാണ് എൻ്റെ ഇല്ലാത്ത കാർഡ്. ക്രിക്കില്ല, ഇല്ലാത്ത ക്രിക്കില്ല, ആ സാധനം ഇല്ല. ഡൊണാഡോനി ഇല്ല, കില്ലിനി ഇല്ല, ബെർബച്ചോ ഇല്ല. ബട്ട് ഇതിലാകെയുള്ള എനിക്ക് മത്യൂസാണ് എൻ്റെ. അല്ല, കില്ലിനി ഉണ്ട് കേട്ടോ. കില്ലിനിയുടെ ഇറ്റലി കാർഡ് എൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിലെൻ്റെ ആകെ ഉള്ളത് കില്ലിനി മാത്രമാണ്. കില്ലിനി മത്യൂസ് ഉണ്ട്, ബട്ട് മത്യൂസിൻ്റെ CMF കാർഡാണ്. അത് ബോക്സ് ടു ബോക്സ് ആണ്. ഇത് പക്ഷേ മറ്റാണല്ലോ, ഏത് ഹോൾ പ്ലെയർ. അപ്പോൾ ഇതിൽ ഡൊണാൾഡിന്, മത്യൂസ്, ബെർബച്ചോ, ക്രിക്ക്, ഇത്രയും പ്ലേയേഴ്സാണ് ടാർഗറ്റ്. അടുത്ത ട്രൈ കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് ട്രൈ, ലെറ്റ്സ് ഗോ. ബ്ലാക്ക് ബ്രോ, ബ്ലാക്ക് അടിച്ചറാ. എടാ കില്ലിന് ബെർബച്ചോ വേണ്ടാത്ത ഉൾപ്പെട്ട ആരെങ്കിലാണല്ലോടാ ഇത്. എടാ കില്ലിന് ഓൾറെഡി ഉണ്ട്. ബെർബച്ചോ ഇല്ല, ബെർബച്ചോ കുഴപ്പമില്ല. ബെർബച്ചോ വന്നാലും ഞാൻ പ്ലേയിങ്ങിലോ കളിപ്പിയ ചാൻസ് വരും, അതാണ് പ്രശ്നം. ബട്ട് 2 അവിടെ ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് അടിക്കണ എനിക്ക്. എടാ ഞാൻ ടാർഗറ്റ് വേണ്ടെന്ന് പറഞ്ഞ അവന്മാരല്ലടാ ഇത്. ചതിച്ചില്ലടാ അവന്മാർ തന്നെ. ഗുണമല്ലെങ്കിലും ഒരു ധാരയെന്ന് ഞാൻ പറയാറില്ലേ. എന്താണ് അവന്മാർ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് സമാധാനിക്കപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ. കിട്ടാത്ത എത്ര പേരുണ്ട്. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭേദം, അത്ര പറയാം. ചേട്ടാ ബ്ലാക്ക് അടിച്ചിറന്നാലും ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ബ്ലാക്ക് അടിക്കേണ്ട ലൈഫിൽ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. അല്ല, ഫസ്റ്റ് ടൈം അല്ല, 900-ന് പെലേനും പുസ്കാസിനും അടിച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. അപ്പോൾ 2ാമത്തെ വട്ടം. ഓക്കെ, ഇപ്പോൾ എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ചില്ലിനി ആൻഡ് ഡൊണാഡോനി. ഓക്കെ, ബാക്കിയുള്ള വെച്ചുകൊണ്ട് റിലീസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ട്രൈ കൊടുക്കുക. 43 ട്രൈ ഉണ്ട്. നമുക്ക് ഉള്ളിൽ കയറിയിട്ടേ. എൻ്റെ ടൊണാഡോനി
മത്യൂസ്, ക്രിക്ക്. കൊടുക്കാട്ടോ ഉള്ളേ താഴേ. എടാ ഫീച്ചേർഡാണോ? ഫീച്ചേർഡ് കാർഡാണ്. അല്ല എപ്പിക്ക് മത്യൂസ്. എടാ കിളിമാറയുടെ ബാക്ക് ഓപ്പണിങ് സാറെ കിട്ടിയടാ വീണ്ടും. ഇവിടെ മത്യൂസിന് കിട്ടിയോ? എടാ ഇത് എൻ്റെ അക്കൗണ്ട് തന്നെയാണോ? അപ്പോ സത്യം പറഞ്ഞ ഇതിലിപ്പോ നമുക്ക് വേണ്ട പ്ലേസ് നോക്കി നോക്കുകള്. മത്യൂസ് എൻ്റെ ഉണ്ട്, കില്ലിന് എൻ്റെ ഉണ്ട്, ബെബച്ചൻ്റെ ടാർഗറ്റ് എന്ന് രണ്ടുപേരുള്ളൂ. ക്രിക്കും ടൊണാഡനി. മത്യൂസ് കിട്ടി. മത്യൂസ് വേണ്ടത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹോൾ പ്ലെയർ കാർഡ് ഇവിടെ മത്യൂസിന് കിട്ടി. കളിപ്പിച്ച് നോക്കുമ്പോൾ നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അക്കൗണ്ടിൽ കിടക്കണ്ട, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ഇവിടെ കോമഡി കേട്ടോ. എന്തായാലും മത്യൂസിനെ തന്ന്, ആ കില്ലരിനെ തന്ന്, ബെബച്ചോനെ തന്ന്, രണ്ടുപേരാണ്. ഇതിരിക്കിനി കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഈ 60 ട്രൈയിൽ ഫുള്ള് പാക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും എന്തായാലും. എടാ എന്നാലും 1030 3 പേരെ കിട്ടിയടാ. 1 കോമഡി. പൊളി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനിയിപ്പോൾ കിട്ടാനുള്ളവരൊക്കെ ഡൊണാഡനി, ക്രിക്ക്. ഡൊണാഡനി ബബ്ബച്ചല്ല, അത് മതി. 1 2 ലെറ്റ്സ് ഗോ. നോ അല്ല ഫീച്ചേർഡാ. ഞാൻ പെട്ടെന്ന് പച്ചൊക്കെ എത്തണപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിച്ചു. അതാരത്? അട്ടിയ, മർവാൻ അട്ടിയ. പിക്കിൽ കാണാൻ ലുക്കുണ്ട്, ഗെയിമിൽ കാണാൻ കുഴപ്പമില്ല. ബാക്കിൽ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് മുടിയും ബ്ലാക്കായി കിടക്കല്ല അങ്ങോട്ട്. റിലീസ്. സംഭവം എന്നാലും മത്തനെ കിട്ടിയതേ. 1 പൊളി മോനെ. മത്തനെയും കിട്ടിയും ബ്ലാക്കും അടിച്ചു. ഹോയ്. മത്തനെയും കിട്ടിയും ബ്ലാക്കും അടിച്ചു. ഹോയ്. മത്തനെ കിട്ടി ബ്ലാക്ക് അടിച്ചു. ഹോയ്. സാധനം അടുത്ത ട്രൈ കൊടുക്കാം കേട്ടോ മോനെ. ഇതിൽ ഞാൻ ഒരു പൊളി പൊളിക്കും. പ്ലാച്ചുകുട്ടിൽ വെച്ച് അടുത്ത് കിട്ടിയില്ല. എനിക്ക് കിട്ടും വലിയ പ്രതീക്ഷയില്ല. കാരണം ഇതിൽ ഈ 63 ട്രൈ 63 3 കിട്ടി വെച്ചാൽ ഒരു ലാഭക്കണക്കാണ്. അതല്ലേ ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കളിച്ചെടുത്താൽ പെട്ടെന്ന് കറക്കാം. നിങ്ങൾക്ക് ഇന്നെ പോലെ ലെക്കടിച്ചു എന്ന് വരാം. പറയാൻ പറ്റില്ല. എല്ലാവരും വേഗം പോയി കറക്കിക്കോ മക്കളെ. സാധനം കിട്ടിയാൽ പൊളിക്കും. നല്ല കിഡെല്ലാം വെടുപ്പ് കാടോളാണ്. പിന്നെ നമുക്ക് ഒരു ട്രൈ കൂടി ഉണ്ട് 10 ട്രൈയുടെ. ടൊണാഡനി വേണം, അതാണ് മെയിൻ ടാർഗറ്റ് ടൊണാഡനി ആയിരുന്നു. ഏറ്റവും ആഗ്രഹം ടൊണാഡനി കിട്ടാനായിരുന്നു. പക്ഷെ കൊണാമി എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം എനിക്ക് ടൊണാഡിനെ തരുമെന്ന്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ അവർ തരില്ല. അതവരുടെ ഒരു ഇതാണ്. അങ്ങനെയാണല്ലോ. എന്തായാലും സ്പിന്ന് കൊടുക്കാം. ലെറ്റ്സ് ഗോ ബോയ്, കം ഓൺ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സംഭവം നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരവർ തരില്ല. അത് കൊണാമി തിങ്സ് ബ്രോ. അപ്പോൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നിടത്ത് സാധനം വരില്ല. കുഴപ്പമില്ല എന്തായാലും. കാരണം കുറേ പേർക്ക് മത്യൂസൊക്കെ കിട്ടാണ്ട് അലയണവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കിത് കിട്ടിയില്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ വിഷമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും 3 ട്രൈ കൂടി ഉണ്ട്. 3 ട്രൈ കൊടുത്തിട്ടുണ്ട്. കബഡി നമുക്ക് കിട്ടിയില്ല. ഓക്കെ, വീണ്ടും ഒരു ഫീച്ചേർഡ് കാർഡാണ്. ഓക്കെ, ഇറ്റ്സ് ഏതൊരുത്തൻ റിലീസ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു കിടിലൻ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്ന് നോക്കി നോക്കും നിങ്ങൾ. 5 പേരിൽ 3 പേരെ നമുക്ക് കിട്ടി. അത് 63 ട്രൈയിൽ. ഇറ്റ്സ് ടു ഗുഡ് പാക്ക് ഓപ്പണിംഗ്. 250 പ്ലേയേഴ്സിൽ അത് നല്ലൊരു പാക്ക് ഓപ്പണിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ F2P അക്കൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. F2P ഗെയിം പ്ലേ ലിസ്റ്റ്. F2P ഇന്ത്യൻ സ്കോഡ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് പുതിയ പ്ലേയേഴ്സ്. ഓക്കെ, സോർട്ട് ചെയ്യാം. ഓർഡർ ഓഫ് സൈനിങ് കൊടുക്കാം. മത്യൂസ് വരട്ടെ. മത്യൂസ് ഇൻ പ്ലേസ് ഓഫ് സ്നൈഡർ ആൻഡ് ബബച്ചോ ഇൻ പ്ലേസ് ഓഫ്. തൽക്കാലം നമുക്ക് ഇവൻ്റെ വരെ എടുക്കുക. ആൻഡ് കില്ലിൻ ഇൻ പ്ലേസ് ഓഫ്. തൽക്കാലം നമുക്ക് വേണ്ടേക്കിന് മാറ്റാം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ബൂസ്റ്റർ കൊടുക്കാം. റാൻഡം കൊടുത്താൽ മതി ഇപ്പോൾ തൽക്കാലം. ഹാർഡ് വർക്കെങ്കിൽ ഹാർഡ് വർക്ക്. പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ കൊടുത്തു വിടാം. അയ്യോ, അതിനെ ട്രെയിൻ ചെയ്യട്ടെ കേട്ടോ. സോറി, മൈ മിസ്റ്റേക്ക്. ലെവൽ ട്രെയിനിങ്
എടാ അതിലുണ്ടാവില്ല ഇനി 3 പേർക്ക് കൊടുക്കാൻ. പ്ലെയർ പ്രോഗ്രസ് ഓട്ടോ കൊടുക്കണല്ലോ കേട്ടോ ഇപ്പോൾ തൽക്കാലം. 104 ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ആൾക്ക് റെന്നെ കൊടുക്കണല്ലോ ഇപ്പോൾ തൽക്കാലം. ബ്രേക്ക് ത്രൂ ലെവൽ ട്രെയിനിങ് പ്ലെയർ പ്രോ ഷോട്ടറിന് കൊടുക്കാൻ 105 ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ലെറ്റ്സ് ഗോ ബേബി. 105 എന്നി ബബ്ബച്ച 103 ആവുക. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് റാൻ ഓട്ടോനെ കൊടുക്കാം. സ്ട്രെങ്ത് ഓക്കെ ആൾക്ക് വേണ്ട സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻ്റ് കേട്ടോ. അപ്പോൾ ഇതിന് ലെവൽ ട്രെയിനിങ് ഓക്കെ കൊടുക്കാറുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടിയ റിസൾട്ട്. 102 105 104. അപ്പോൾ ഇതാണ് F2P അക്കൗണ്ട് ഇട്ടോ ഇപ്പോൾ ഇതിൽ. ഓക്കെ അപ്പോൾ ഇതൊരു കിഡിൽ അക്കൗണ്ടായി മാറി. എടാ ബീസ്റ്റ് അക്കൗണ്ട് ആയില്ലോടെ ഇതിപ്പോൾ F2P. ഇപ്പോഴും പണ്ടത്തെ നമ്മുടെ തലകൾ തന്നെയാണ്. വേറെ റൊണാൾഡോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റുമിയും വേറെ അറിയാലോ നമുക്ക്. പിന്നെ റൊണാൾഡോ 4250 കളി അത് കഴിഞ്ഞ കൊല്ലം ഞാൻ വിരമിപ്പിച്ച റൊണാൾഡോനെ. പിന്നെ റൂമിയുള്ള കഴിഞ്ഞ കൊല്ലം തന്നെ വിരമിച്ചാണ്. കഴിഞ്ഞ വെച്ച് 2024 അവസാനത്തിൽ രണ്ടുപേരും ടോപ്പ് നോക്ക്, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഫ്രീ ട്രൈ കിട്ടിയ 3 പേര് ഇതവിടെ ഉണ്ട്. പൊളിച്ചു കേട്ടോ, പാക്ക് ഓപ്പണിയും പൊളിച്ചു, ഒന്നും പറയല്ല. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് കേട്ടോ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.